ഇച്ചിരി തണുപ്പ് കുറവായിരുന്നു. കുടിക്കാനാണോ? അതിനകത്ത് പപ്പാടെ ഫോട്ടോ നല്ലതാണോ? അത് ഒരു വേറെ വണ്ടി വന്ന് ഇവരുടെ വണ്ടിക്കിട്ട് ഇടിച്ചേ, അത് അതിൻ്റേത് എടുത്തതാണ്. പിന്നെ കണ്ടിട്ടില്ല. ഇല്ലടി, ഇത് പഴയതാ. ഇതിനകത്തൊന്നുമില്ല, എഴുതിട്ട് പോലും ഇല്ല. അല്ല, ഉണ്ട്. പറഞ്ഞില്ല, അടി വെക്കാൻ നോക്കുക. അമ്മ പറഞ്ഞു പപ്പായ്ക്ക് സ്വപ്നയെ ഭയങ്കര ഇഷ്ടമായിരുന്നു. പപ്പായ്ക്ക് സ്വപ്ന ഇഷ്ടമായിരുന്നല്ലോ. പപ്പ കാര്യത്തോടെ പറഞ്ഞേക്കുന്നേ, സ്വപ്നയുടെ കാര്യം. പാവം തന്നെയാണ്. പിന്നെ പാവം. ഇതിനതാ എല്ലാം നീട്ടി പിടിച്ച് എടുക്കുവാണോ? അത് കൊള്ളാം. സൂപ്പർ. ലാസ്റ്റ് ഒരു ഫോട്ടോ എടുക്കല്ലേ? അതോ നിന്റെ ആണോ? ആ, നിന്റെ ഒരു ഫോട്ടോ ഇതിനകത്തൊരു ഫോട്ടോ അത് കാണിക്കല്ലേ. ചെയ്യാൻ പാടില്ല. അച്ഛനെ കണ്ടോ? അച്ഛനെ രസമാണ്. ഇതാണ് ഇത് ആട്രി. ശിവണെന്ന് കുട്ടി ഭാര്യ അതല്ല, അത് അവന്മാരല്ലേ? ഷിബും ബിന്ദു ഇല്ല, തീർന്നില്ല. ഇവിടെ ഒരു സാധനമുണ്ട്. തീർന്നത് അല്ല, ഇതിനകത്താ. കുട്ടൻ്റെ ഫോട്ടോ ഉണ്ടായിരുന്നതേ എന്നാ രസമായിരുന്നു. ഇതുപോലായിരുന്നു ഒരു ഫോട്ടോ കേട്ടോ. ആ ലച്ചുൻ്റെ ഒരു ഫോട്ടോ കമന്ന് കിടക്കുന്നില്ല, അതുപോലായിരുന്നു കുട്ടൻ. മെലിഞ്ഞിരുന്ന് അങ്ങനെയൊക്കെ ഇരിക്കും. പേടിച്ചു പോലും വേണ്ട. കണ്ണ ഇതുപോലത്തെ ഫോട്ടോ ഉണ്ടായിരുന്നെങ്കിൽ ഒരു കറുപ്പും കുഞ്ഞ് പൂച്ച പ്രസവിച്ചു കിടക്കുന്നു. മറ്റേ വെള്ളപ്പൂച്ച ഗർഭിണിയായിരുന്നു. നമുക്കറിയത്തോരില്ല. അമ്മയോട് പറയണ്ടല്ലോ. എന്നാ കാണാ നീ കാണത്തില്ല പോവാന്ന് പറഞ്ഞോ, പോയെന്ന് പറഞ്ഞോ. ഉണ്ടാക്കാൻ വരെ പോവാം. കുറച്ച് സാധനങ്ങളൊക്കെ പൂജയ്ക്കുള്ളതൊക്കെ മേടിക്കണം. പിന്നെ വീട്ടിലൊന്ന് പോകണം. ശമ്പ വീടൊക്കെ എന്നാന്ന്. കാരണം അവളുണ്ട് പിന്നെ പരീക്ഷയല്ലേ? അല്ല, പരീക്ഷ ഇല്ലല്ലോ. എന്നാന്ന് പോയെന്ന് അവൻ കണ്ടോണ്ടിരിക്കുമല്ലോ. ഇപ്പോഴാണ് ഞാൻ ഫോൺ ചെയ്തേരൊക്കെ നടക്കുക. ലവ് എടുത്താൻ വന്നപ്പോഴേക്ക് ചിരി ചോദിച്ച അപ്പോഴേ എടുക്കുക. ഇനി ഇല്ലെങ്കിൽ തന്നെ നിങ്ങൾ ഞാൻ എടുക്കും നിങ്ങളെ കണ്ട അപ്പോഴേ. പാവം ചേട്ടനാ മാറിക്കോളാൻ.
എൻ്റെ ബാഗിനകത്ത് അടിക്കുന്നത് ചേടെ കൂട്ടാലി. പരീക്ഷയാകണ്ട പിള്ളേരല്ലേ. പഠിച്ചോളൂ, ബാക്കിയുള്ളവരെ പഠിപ്പിക്കും. നമ്മളെ പഠിപ്പിക്കോ? ഇല്ല, ഇനിയൊന്നും ഇല്ലല്ലോ, വേറെ പോയേക്കാം. ഇതെല്ലാം എടുത്ത് മാറ്റിയല്ലേ? അതിനാ 2 വെച്ചിട്ടുണ്ട്. കണ്ണാടി കൊടുക്കാനുള്ളതാണോ? ഇല്ലേ, അറിയാവോ? ആ, എന്നാൽ കുഴപ്പമില്ല. വരുമെന്ന് പറഞ്ഞില്ലേ ശ്യാമളയോടോ? ആറാ
ആരെ ബർത്ത്ഡേ നോക്കാം. കേക്ക് ഇതല്ലേ ഉടുപ്പൊക്കെ ഇട്ടിരിക്കുന്നത്? കുളിച്ചോ ആദ്യം കുളിച്ചോ? ആരാണിത്? കേക്കോ? പോയടി കേക്കാ കുന്താൻ കുറച്ചക്കറ നിന്റെ ഒരു ബർത്ത്ഡേ ഇല്ല മേടിച്ചില്ലല്ലോ. നമുക്ക് അതിന് ബർത്ത്ഡേ ഒക്കെ ഉണ്ടോ? ഉണ്ടോ? എവിടെ? ഓ പിന്നെ നമ്മളെ പോയിട്ട് വാ ഞങ്ങളോട് നിൽക്കാം. അത് അങ്ങനെ പോകുന്നില്ല. നമുക്ക് അതുകൊണ്ട് എൻ്റെ മോടെ കൊച്ചിൻ്റെ 28 കെട്ടായിരുന്നു ഇന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നു. ഇന്ന് പോകണമെന്ന് വിചാരിച്ചിരുന്നു അങ്ങോട്ട്. അപ്പം പക്ഷേ ഇതെല്ലാം കൂടെ കാണാൻ നടക്കില്ല. ശാംഭവി ബർത്ത്ഡേ ആണെന്ന് പറഞ്ഞാലമ്പ ശാംഭവിക്ക് എന്തറിയാം. ഇവിടെ ഒരു കേക്ക് എങ്ങാണ്ട് ഇരിപ്പുണ്ടായിരുന്നു. അടുത്തങ്ങനെ ഒന്ന് മുറിച്ച് കൊടുക്കണം. എല്ലാം കിടന്ന് ഇമ്മ കാറിക്കൊണ്ടിരിക്കും വൈകുന്നേരം വരെ. ജയച്ചാച്ചിയൊക്കെ ഉണ്ടായിരുന്ന സമയത്ത് പിറ്റേ ദിവസം മുറിക്കാൻ വേണ്ടി വെച്ചിരുന്നതാണ്. നന്നായിരുന്നു മരണവും പരിപാടിയൊക്കെ. അങ്ങനെ മൊത്തം മാറിപ്പോയി. ആ കേക്ക് വിട്ടിരിക്കുക. അത് മുറിച്ച് ശാംഭവിക്ക് കൊടുക്കാം. ശാംഭവി വാടി. എന്നാ കേക്കാണോ നിനക്ക് വേണ്ടേ? കേക്ക് മതിയോ? മുറിക്കുന്നോ? നീ മുറിച്ചോ? തിരിച്ചുപിടി. ആരും വരുന്നുണ്ടോന്ന് ചോദിച്ചേ? കേക്ക് ഹാപ്പി ബർത്ത്ഡേ പറയാൻ വേണ്ടി നാരായണി ജയൊക്കെ. ആ നീ തന്നെ പറയാന്നാ ഹാപ്പി ബർത്ത്ഡേ. അറിയാ അറിയത്തില്ലേ? എന്നെങ്കിൽ അന്നേ ആ പൊക്കോ. നിനക്ക് അറിയത്തില്ല ആരുടെ ബർത്ത്ഡേ ആണ്? ആ പിന്നെ അടുത്തില്ല പോയാ ഞാൻ ഇങ്ങനെ ആഘോഷാണ്. പക്ഷെ നമുക്ക് പപ്പ പോയ കൊണ്ട് അത്ര വലിയ ആഘോഷമൊന്നും വേണ്ട. ഇത് മതി കേട്ടാ. മുറുക്കി മുറുക്കി കത്തി കാണോ എൻ്റെ പൊന്നെൻ്റെ കൊച്ചിൻ്റെ. ഇങ്ങനെ ഇങ്ങനെ ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ, ഹാപ്പി ബർത്ത്ഡേ, ഹാപ്പി ബർത്ത്ഡേ ടു യു. പറയാം കേക്ക് എടുക്ക്. ഇത്രേ ഉള്ളൂ. അമ്മച്ചിക്ക് തടി. അമ്മച്ചിക്കില്ലേ? എല്ലാരും കൂടെ എടുത്ത് അമ്മയ്ക്കില്ലേ? ആർക്കാ തരുന്നു നോക്കട്ടെ. കൊച്ചിനൊക്കെ എടുത്തേ. ആർക്കാ ആദ്യം എൻ്റെ കൊച്ചു തരുന്നു കാണിച്ചു തരാലോ. ആഹാ എന്നാ പിടിച്ചോ. ഓ ആർക്കെല്ലാം കൊടുക്ക്. ആർക്കാ തന്നെ? ആ കൊടുക്ക്. അയ്യടാ അത് അത്രേ ഉള്ളൂ. അമ്മയ്ക്ക് വേണ്ട കുഴപ്പമില്ല. അപ്പയ്ക്ക് കൊടുത്തേക്ക്. എന്നാ അല്ലെങ്കിൽ അപ്പയ്ക്ക് സങ്കടമാവും. അപ്പയ്ക്ക് സങ്കടമാവും. അവക്കില്ലേ? ചേച്ചി പണിയില്ലേ? എന്നാ കൊടുക്ക്. എന്താ ഇതിനകത്ത് വേറൊരു സംഭവം ഉണ്ട്. അത് എടുത്തില്ല. അതാണ് നല്ല വരാതിരിക്കുന്ന. ചേച്ചി പണി കൊടുക്ക. അമ്മയ്ക്ക് എപ്പോഴാ കൊടുക്കുന്നേ? ജയമ്മയ്ക്ക് നീ കൊടുക്കുവാടി. അതാടി അവിടെ മനസ്സ്. നമുക്ക് അതൊക്കെ ആയിട്ട് സന്തോഷം. ജയമ്മയ്ക്ക് കൊടുക്ക. കുറച്ച് മതി. അമ്മ ചിച്ചു മതി. മോനും ആവശ്യം തിന്നോ? അതെല്ലാം മക്കളെടുത്തോ. എനിക്ക് വരും ബദാം വെട്ടിയോ?
നിന്നോട് ബർത്ത്ഡേ ആണെന്ന് ആരാ പറഞ്ഞു? ആരാ വിളിച്ച രാവിലെ? ആരെ മോനെ രാവിലെ വിളിച്ചേ? പറഞ്ഞോ? നിന്നെ അറിയിക്കാതിരിക്കുമായിരുന്നല്ലോ. വേണ്ട പൊക്കോ. ഇവിടെ കാണുന്ന നീ അലമ്പ ഉണ്ടാക്കാൻ വേണ്ടി. നിന്നോട് പറഞ്ഞു നീ ചെയ്താൽ മതി കേട്ടോ. കുഞ്ഞിനെ കൊണ്ടാ ജയിക്കുന്നേ. മറിക്കാ സ്ഥലത്തിന് പേര് എന്താണെന്ന് വിളിച്ചു ചോദിച്ചോ? ഏതാന്നോർത്താ നീ പോകുന്നേ? മനോജേടൻ അല്ല, എവിടാ സ്ഥലമെന്ന് പറയിക്കാം. ഹിന്ദു ആചാരപ്രകാരം നമ്മുടെ ചേട്ടൻ വന്നില്ല. ഞാനും അമ്മയും കൂടെ പോയിട്ട് വരും. ശ്യാമളമ്മ കണ്ടോ ചുരിദാറൊക്കെ ഇട്ട് ഞാൻ അടിപൊളിയാണ്. പെട്ടെന്ന് കണ്ടോ ഒരു സാരിയായിരുന്നു ശ്യാമളമ്മ. ഇന്ന് എങ്ങാനും വരുമായിരുന്നു ശ്യാമളമ്മ. 28 കഴിഞ്ഞിട്ട് ശ്യാമളമ്മ അവർ വീട്ടിൽ ചെന്നാലും അമ്മ ഇവിടെ നിന്ന് ഇറങ്ങിയില്ല. 28 കഴിഞ്ഞു എന്നാലും നമുക്ക് വർക്കുണ്ടോ? ഇത് കഴിഞ്ഞിട്ട് അമ്മ റേഷൻ കടയിൽ പോയി റേഷൻ മേടിച്ചിട്ട് അമ്മ ഇങ്ങ് പോരും. ഞാനും ചേട്ടായും കൂടെ ചേട്ടാ പുറകെ വരും വിളിക്കുമ്പം. ഞങ്ങൾ ഏന്തിയാറും പോകും. നമുക്ക് ഇവിടെ നിന്ന് ഒരു ഓട്ടോ വിളിക്കാം. ഗാർഡൻ ക്ലബ്ബ് അത് മറ്റേ നന്ദിലത്തിൻ്റെ ഓപ്പോസിറ്റ്. ആ ഇങ്ങോട്ട് തിരിക്കണമായിരിക്കും. ആ എല്ലാം കൂടെ പറ്റത്തില്ല. കുഞ്ഞുണ്ടോ? അത് മാത്രം മതി. കുഞ്ഞുണ്ട്. ഹലോ ഗൈസ്, വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ. ഒന്ന് കാണിക്കട്ടെ അങ്ങോട്ട്. അടിച്ചു വയ്ക്കണ്ടേ? മേക്കപ്പ് എല്ലാം പോയപ്പോഴല്ലേ കുറച്ചുകൂടെ കാണാൻ വരുന്നു. പിടിക്കാവോ? എന്നാ ഇതെടുക്കാവോ? ഞാൻ കൊച്ചിനൊന്ന് കണ്ടോട്ടെ. അവിടെ അജിയേ അജിയേ എഴുന്നേറ്റ് എഴുന്നേറ്റ് ഇവിടെ 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 കണപ്പാ വന്നേ. പോയി കണ്ടിട്ട് വരട്ടെ. അയ്യോ അവള് അജി അല്ല നയനേ അത് ഓഫായി പോയി. ജേബി ഓഫായി പോയി. അതൊന്നും എടുക്കുവോ? അതൊന്നും എടുക്കുവോ? കഴിഞ്ഞോ?
കഴിഞ്ഞോ നയനെ എടി നയനെ കഴിഞ്ഞോ എടി പൊട്ടി ഇപ്പോഴാണ് റെക്കോർഡായത് റെഡ് കത്തിയത് ഇതല്ലേ ഇപ്പൊ റെക്കോർഡിങ് ഇത് റെക്കോർഡിങ് മറ്റേതോ അത് പറഞ്ഞിട്ട് അപ്പൊ ചോദിക്കുന്നത് ആരാണ് ഇത് മധുവണ്ണന്റെ മൂത്ത മകൾ അങ്ങോട്ട് കാണിക്കുക മൂത്ത മകളുടെ കൊച്ചു വൃതിയാണോ വൃതി വൃതി അജീഷ് സ്പെല്ലിംഗ് എങ്ങനെ THI അല്ല വൃതി വൃതി അജീഷ് വീട്ടില് കല്യാണി വിളിക്കും വെറുതെ ആ ഒരു പല്ലിന്റെ ഇടയ്ക്കൂടെ കാറ്റ് വന്നു അതുകൊണ്ട് എന്നാ പേരിട്ടോ അത് പറഞ്ഞാൽ മതി ഞാൻ അശ്വതി അയ്യോ അയ്യോ അല്ല നാളല്ലേ അവിടുന്ന് ഓർഡർ ആണോ ആണോ ഇവന്റെ പേരാണ് കുഞ്ഞിന്റെ വരദാൻ ഓ അതാണ് വാ വി അതാണ് വാ വരദാനും വൃദ്ധി ഇവരുടെ പണി ഞാനിവിടെ ഇല്ലായിരുന്നു അതുകൊണ്ടാ വരാത്തെ കേട്ടു അതും വരുന്നില്ലേ അടി നിങ്ങൾ പോക്കോ ഞാൻ നിങ്ങൾ ഓട്ടോ വിളിക്കുന്നുണ്ട് അങ്ങോട്ട് പോകാൻ വേണ്ടി അതാ ഓട്ടോ വിളിക്കുന്നു വേറെ ഓട്ടോ വിളിക്കുന്നുണ്ട് ഇവിടുന്ന് നമുക്ക് ആണോ എന്നാ പിന്നെ പോകാം അതിന് എന്നാ പിന്നെ പോകാം നാല് പേർക്ക് ഇരിക്കാൻ പറ്റും ഇവിടം വരെ ഇരുന്നാ അല്ല ഇവരെന്നാ കൊണ്ടുവിടുകയാണെങ്കിൽ കുഴപ്പമില്ല എന്തേ അമ്മ നിങ്ങൾ ഇറങ്ങുമല്ലേ ഇപ്പൊ തന്നെ ഇറങ്ങാം സന്ധ്യൊക്കെ കുഞ്ഞു ഇടിച്ചോളെ കണ്ണപ്പ അവിടെ ഇരിക്കണോ അമ്മേ അപ്പാടെ ഫോൺ ഇവിടം വരെ ഇല്ലല്ലോ സാരില്ല അതുകൊണ്ടാ പോവാ ഞാന് കണ്ണപ്പനും കൂടെയാണ് ഇരിക്കുന്നത്. അയ്യോ കണ്ണപ്പൻ എന്തോന്ന് വണ്ടി ഓടിക്കുന്നത് അല്ലേ? കണ്ണപ്പൻ ഇച്ചിരി ഇങ്ങോട്ട് നീങ്ങിയിരിക്കും. അല്ല കണ്ണപ്പന്റെ കൈ പോകും. അടക്കി അങ്ങോട്ട് പോകാൻ അവിടെ ഇല്ല. അങ്ങോട്ട് പോകുന്നു പറഞ്ഞ എന്നാ എന്റെ കുഞ്ഞിന്റെ കൈ എടേ ഇല്ലെന്ന് എടി നീ എതിലെ കൂടെ എടുക്ക ഇതിലെ കൂടെ ആണോ? കണ്ണപ്പന്റെ കൈ ഇതിന്റെ ബാക്കിലാണ്. കണ്ണപ്പന്റെ കൈ ഇരിക്കുന്നു. കണ്ണപ്പനോട് പറഞ്ഞ കണ്ണപ്പൻ നിന്റെ കൈ മാറ്റി. എഴുന്നേക്ക് അമ്മ ഇരുത്ത എഴുന്നേക്ക്. കണ്ണപ്പൻ ഇങ്ങനെ നേരെ ആ അങ്ങനെ കണ്ണപ്പൻ എഴുന്നേറ്റ് നിന്നേ. എഴുന്നേക്ക്. ഇതിനാണ് ഈ തിരക്കൻ എന്നെ കിടന്നത്. ഇപ്പോഴല്ലേ കണ്ണപ്പൻ ഇടി കൊള്ളാം.
ഞങ്ങളുടെ അവിടുന്ന് കുറച്ചുകൂടെ പോണം. തൊട്ടടുത്ത് തന്നെ. ആണോ മുമ്പിന്റെ കൊച്ചുണ്ടാപ്രി കല്ലു കല്ലുവേ അമ്മ ഉടനെ പോവേ. ആ പോകും. ഓക്കെ, എക്സാം അപ്പച്ചി. എന്നാ 1-ാം തീയതി ജനുവരി 1-ാം തീയതി എക്സാം വന്നിരിക്കുന്നേ. 27-ാം തീയതി അവള് പോകും. 29-ാം തീയതി ഞങ്ങളും പോകും. 29 തീയതി അല്ലേ? ഇല്ല ജി, കണ്ണുമ്പോ എന്താ ചെയ്യാൻ പോന്നെ കുഞ്ഞാവേനെ നോക്കുന്നേ? ഉടുപ്പ് മാറ്റി മുണ്ടൊക്കെ ടൗണില്ലേ? എന്റെ ചേട്ടാ, ഈ ചേട്ടൻ ഇങ്ങോട്ട് കിടന്നോട്ടെ. കണ്ണൻ ചേട്ടൻ ഇങ്ങോട്ട് കിടക്കട്ടെ. കണ്ടപ്പോ ഇവിടോട്ട് കിടന്നു. ഷിഞ്ചുവിന്റെ ഒക്കെ പാർലർ എവിടെ? ഗ്ലോബൽ ഇല്ലേ? കാഞ്ഞിരപ്പള്ളി ഗ്ലോബൽ പേപ്പർ മാർട്ട്. അറിയാം. അവിടെയോ? പുത്തനങ്ങാടി. പുത്തനങ്ങാടി. ചങ്ങനാശ്ശേരി വണ്ടി എങ്ങനെ പോയാൽ മതി. ഇവിടെ ആകുമ്പോ സീറ്റും കിട്ടും. പിന്നെ ടാറ്റ. ഓക്കെ, പൊക്കോ വിട്ടോ. ബൈ. ടാറ്റ. ആ ഇവിടെ നിർത്താ. ടാറ്റ. ബൈ. അയ്യോ അങ്ങോട്ടല്ല, ഓരോ ബസ് കയറ്റിട്ടുണ്ട്. ഇല്ല ഓക്കെ. അവര് കയറിക്കോളൂ. പോയോ? ഓക്കെ. ചങ്ങനാശ്ശേരി ബസ് ഉണ്ടല്ലോ. ഞാൻ പോവാണേ. ശ്യാമളമ്മ ഇപ്പോൾ വരും. അവർ റേഷൻ കട വന്നു. എന്നാ എന്താ 2 ദിവസം കഴിയുമ്പം കാണാം നിന്നെ. പിന്നെ നീ എവിടെ പോവാടി ഒരുങ്ങി? ഓ അതുണ്ടോ? ഇപ്പൊ തുടങ്ങിയാണല്ലോ? തുടങ്ങിയില്ലേ? ആണോ? വൈകുന്നേരം മാത്രമോ? എന്തായിരുന്നു വീട്ടിൽ? ദിവസത്തെ പൂജയ്ക്കുള്ള കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കാൻ വേണ്ടി വന്നു. ഒരു മാജിക്
അവസാനം കുഴിമാവ് ഇളങ്കാട് ആളാണല്ലോ അത് തന്നെ. ചാനൽ മൊത്തം തെലുങ്കായിപ്പോയി. എന്നാ ചെയ്യാൻ പറ്റും? ഏപ്രിലിൽ അത് വിളിച്ചോ. ആരാ? ഇല്ല വിളിച്ച് ഒരു മെസ്സേജ് ഇട്ടായിരുന്നു കഴിഞ്ഞിട്ട് വിളിച്ചില്ല. ആ ആ ആ ഓ ഹനാണ്ട് ഞാൻ മുണ്ടക്കാൻ ഉണ്ട് 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 പരിപാടിയുണ്ട്. നല്ല ഫുഡൊക്കെയാണ് പുള്ളിയുടെ. പക്ഷേ പുള്ളിക്ക് അതിനനുസരിച്ചുള്ള ഒരു ഇതൊന്നും ഇല്ലെന്ന് തോന്നുന്നു. ഓ അപ്പിയമ്മയൊക്കെ ഉണ്ടോ കൂളായിട്ട് വണ്ടിയൊക്കെ കയറുന്നത്. നിശ്ചയില്ല അപ്പിയമ്മയ്ക്ക്. അപ്പിയമ്മയൊക്കെ ഇത് എത്ര കണ്ടിട്ടുള്ളൂ. പോവാണ് അപ്പോൾ കുറച്ച് കഴിഞ്ഞ് പോകാമായിരുന്നല്ലോ. നമുക്ക് അമ്മയുടെ അമ്മ അക്കുനെ ഏൽപ്പിക്കാം. എനിക്കൊന്നും അറിയില്ല. നെല്ലോ അല്ല ഒന്നൊന്നായി എണ്ണി എണ്ണി തൊട്ടെണ്ണം പോലുടുങ്ങിയാൽ നിന്നിടും ദൃക്കുപോലുള്ള നിന്നിലാ സ്വന്തമാകണം. ഇവിടെ ഉള്ളവരോടാണെങ്കിൽ ആ രണ്ടും ഒന്നിച്ച് പറഞ്ഞാലും കുഴപ്പമൊന്നുമില്ല. സഞ്ജയനവും അങ്ങനെയല്ലേ, ആ രണ്ടും കൂടെ ഒന്നിച്ചാൽ പറഞ്ഞാൽ പഠിക്കുന്നൊന്നുമില്ലേ? ഇനി കുറച്ച് ഫ്രീ ആയില്ലേ ഒരാഴ്ചത്തെ. എന്നാ ശരി. നാളെ ഞാൻ ഫുള്ള് കാണുകയല്ല. ഇതൊരാവശ്യം എന്താ വിളിച്ചാൽ മതി.